നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ നോർമൽ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇതെല്ലാം തന്നെയല്ലേ കഴിക്കണം. അപ്പൊ ദോശ തന്നെ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഫുൾ വീഡിയോ കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ്സ് ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്, വറുത്ത റവ. അതേപോലെ തന്നെ 3/4 കപ്പ് തൈര്. പുളിയില്ലാത്ത തൈര് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം. ഞാനിവിടെ 2 രീതി കളറിൽ എടുത്തിട്ടുണ്ട്. പച്ച എടുത്തിട്ടുണ്ട്, യെല്ലോ ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞത് 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന്റെ ഫുള്ളൊന്നും എടുക്കണ്ട, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച്. പിന്നെ പച്ചമുളക്, ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പിന്നെ ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മസാലപ്പൊടികളായിട്ട് വേറെ അധികമൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, എണ്ണ. ഇത്രയും മതി. ഇനി ഇത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. പിന്നെ ഇടേണ്ടത് തൈരാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മറക്കരുത്, പുളിയില്ലാത്ത തൈര് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി ഇതൊന്ന് ഫസ്റ്റ് മിക്സ് ചെയ്യാം. ഇപ്പൊ തൈരും റവയും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ക്യാപ്സിക്കം, പച്ചമുളക്, സവാള, മഞ്ഞ ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ്, തക്കാളി. ഇത് ഇത്രയും ഇട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കുറവും കൂടുതലൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ വെജിറ്റബിൾസും എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായില്ല. ഉപ്പ് ഓരോരുത്തരുടെയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. പച്ചമുളക് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ കുരുമുളകും മുളക് പൊടിയും കൂടുതലുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണ്, പച്ചമുളകൊക്കെ കടിച്ച ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ സ്വല്പം വെള്ളം, നമുക്കൊരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. അപ്പോൾ ആ രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നോക്കി ഒഴിച്ചാൽ മതി. മാവിനൊക്കെ വേണ്ട രീതിയിലുള്ള ഇതുപോലത്തെ ഒരു കുഴിയും കയ്യിലെടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം കേട്ടോ. എല്ലാം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, മതി. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കണം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ കട്ടിയാവുന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ വെള്ളം ഒഴിച്ച് നമ്മളൊരു ദോശയുടെ മാവിൻ്റെയൊക്കെ പോലെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊരു 15 മിനിറ്റ്
ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. പാൻ ചൂടാക്കാൻ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ തീ കുറച്ച് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ടാകും. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. എന്നാലേ അതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വേകാനെല്ലാം പറ്റുള്ളൂ. നമ്മൾ നോർമൽ ദോശ ഇടുന്ന പോലെ അല്ലല്ലോ. ഇതൊന്ന് മറിച്ചിടണം. അതിന് മുമ്പ് ഒന്ന് മേലെ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത ശേഷം തിരിച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി മൂടി ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാവുന്നതാണ്. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഫ്രൈ ചെയ്യണതായിരിക്കും എപ്പോഴും കുറച്ചും കൂടെ എളുപ്പം. കൂടെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ റവ ആണെങ്കിൽ നോർമൽ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഈ പറഞ്ഞ റവ ഇട്ട് ഉപ്പുമാവൊക്കെ കഴിച്ച് എപ്പോഴും അടുക്കുമ്പോൾ റവ ബാക്കി വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കും. അപ്പോൾ കുട്ടികളും എല്ലാവരും കഴിക്കും. ചിലവർക്ക് ഉപ്പുമാവൊന്നും ഇഷ്ടപ്പെടില്ല. എപ്പോഴും കഴിക്കുന്നതും ചിലർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു 4 ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ചെറിയൊരു തേങ്ങ ചട്നി റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങ ചട്നിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ലൊരു സൈഡാണ്, വളരെ ഇഷ്ടപ്പെടും. അപ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ റവ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി റവ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കി മടുത്തവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂടെ ഒരു നമ്മുടെ തേങ്ങ ചട്നി കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു മിക്ക വീഡിയോസും ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം, വീട്ടിൽ വിശ്വസിച്ച് ഉണ്ടാക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു രുചിക്കൂട്ടുമായി വരുന്നതാണ്. അതുവരെ ബൈ ഫ്രണ്ട്സ്.